ഏറ്റവും പ്രധാനപ്പെട്ട 2 കൽപ്പനകളെ കുറിച്ചാണ് കർത്താവ് നമ്മളോട് പറയുക. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക, അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക. 3 തരത്തിലുള്ള സ്നേഹമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. 2, നിന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ മനസ്സുണ്ടാവുക. 3-മതായിട്ട് അയൽക്കാരനെ സ്നേഹിക്കുക. ഈ 3 സ്നേഹം നിറയുമ്പോഴാണ് ഈ നോമ്പ് കാലഘട്ടം ഏറ്റവും അർത്ഥവത്തായിട്ട് മാറുകയുള്ളൂ. ഞാൻ ഉപവാസം എടുക്കുന്നുണ്ട്, ഞാൻ പരിത്യാഗങ്ങൾ എടുക്കുന്നുണ്ട്, ഞാൻ മലകൾ കയറുന്നുണ്ട്, ഞാൻ മുട്ടുകുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. യേശു കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഞാൻ തെറ്റിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെറുതെയാകുമെന്നുള്ളതാണ്. ഞാൻ തമ്പുരാന്റെ സന്നിധി നിൽക്കുമ്പോൾ ചിന്തിക്കുക, ആരോടെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു വെറുപ്പോ വിദ്വേഷമോ അതുപോലെ തന്നെ സംസാരിച്ചിട്ട് കുറേ നാളുകളായി, എന്നിട്ട് ഞാൻ തമ്പുരാന്റെ സന്നിധിയിൽ നിൽക്കുകയാണ്, കൃപ ഒഴുകാൻ തടസ്സമുണ്ടാകും. ആ കൃപ നിന്നിലേക്ക് ഒഴുകി എത്തുകയില്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം പറഞ്ഞതാണ്, മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടത് എല്ലാം ഞാൻ ചുരുക്കുകയാണ്. എന്താണ് ചുരുക്കിയത്? സ്നേഹിക്കുക. സ്നേഹിക്കേണ്ടത് എങ്ങനെയാ? ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ തന്നെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുന്നതേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് നിന്റെ ഉള്ളില് എവിടെയെങ്കിലും ഒരു മുറിവ് കിടക്കുന്നുണ്ടെങ്കിൽ, ഈ മുമ്പില് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, കുറച്ചു പേരോട് ഞാൻ സംസാരിക്കാതെ നടക്കുന്നെങ്കിൽ, എന്നിട്ട് ഞാൻ കുറേയേറെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം പറയുന്നു, സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്നേഹിക്കാതെ ഇതൊന്നും ചെയ്തിട്ട് നിന്നിലേക്ക് കൃപയൊഴുകയില്ല, സുഹൃത്തും ഒഴുകയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യം കുറേ നിങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ ഒരു കാര്യം നടക്കാനുണ്ട്. എന്താണ്? സ്നേഹിക്കുന്ന ഒരു കാര്യം. അത് നിനക്ക് പറ്റുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം.